കണ്ണൂരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിച്ചു. അപ്പോൾ 1 ഇയർ എൻ്റെ അവിടെ ഫ്ലോപ്പായിരുന്നു, വൻ അബദ്ധമായിരുന്നു. വീട്ടിലൊരു CMA ഇന്ത്യ ക്വാളിഫൈ ചെയ്ത ഒരു ബ്രദർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പറയല്ലോ ഒരു പോസിറ്റീവ് ഈഗോ. 10th-ലും +2-ലും കോളേജ് അല്ലെങ്കിൽ അക്കാഡമിക്സിലൊന്നും അധികം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം, പേരിൻ്റെ മുന്നിൽ ഒരു CMA എന്നുള്ളൊരു ടാഗ് ലൈൻ വരുന്നത്. ഇത് പലതവണ നമ്മൾ സ്വപ്നം കണ്ടതാണ്. പക്ഷെ ആ ഒരു മൊമെന്റ് സ്റ്റക്കായിരുന്നു. നിങ്ങളൊരു കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? ഭയങ്കര ആത്മബന്ധമായിരുന്നോ അതോ ഫുൾ അടിയിടി? അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ വീട്ടുകാരോട് സ്പെൻഡ് ചെയ്യുക, നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുക, ഇവിടുത്തെ മഴ, ഇവിടുത്തെ കാറ്റ്. ഇപ്പോൾ CMA അല്ലെങ്കിൽ CA ഇതുപോലത്തെ പ്രൊഫഷണൽ കോഴ്സസ് ജസ്റ്റ് ഗിവ് യു എ ബ്രാൻഡ്. വി നീഡ് ടു നോ ഹൗ ടു സെൽ ഇറ്റ്. എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരുപാട് കുട്ടികൾ ഉണ്ട്, പക്ഷെ ആ കുട്ടികളൊക്കെ ഒരാളെ കാണുന്നുള്ളൂ. നമ്മൾ കിട്ടുന്ന ഈ നോളജാണ്. ഇത് വെച്ചിട്ട് നമ്മൾക്ക് എന്നും ജീവിക്കാം. അപ്പോൾ ഏട്ടൻ അനിയൻ CMA ഇന്ത്യ CMA US. യെസ്. ഞാനിപ്പോൾ ആരെയാണ് ആദ്യം ഇന്റർവ്യൂ കണ്ടത്? അബ്ദുആയിക്കോട്ടെ. ഏട്ടനല്ലേ മൂത്തത്, ഇക്കാക്കല്ലേ മൂത്തത്, ഇക്കാക്ക ആയിക്കോട്ടെ. എന്തായാലും എൻ്റെ ഒരു സമയത്തിന് ഇപ്പൊ ഒരു പരിമിതി ഉണ്ട്. നീ എന്തായാലും ആദ്യം ഇന്റർവ്യൂ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഞാൻ ഈ സ്നേഹത്തിന് മുന്നിൽ തോറ്റു പോകും മിക്കവാറും. നിങ്ങളല്ല ആദ്യം തൊട്ടത്, നമുക്ക് ആദ്യം ചെയ്യാം. Hello everyone, once again welcome to III Commerce Academy Coffee Conversations with an Expert. ഇന്ന് എൻ്റെ കൂടെ എക്സ്പേർട്ടിനെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ങനെയാണ്. കണ്ണൂരുകാരൻ, III Commerce Academyയിലെ വിദ്യാർത്ഥികളുടെ പ്രിയങ്കരനായ ഫാക്കൽറ്റി, ആൻഡ് മോർ ഓവർ ഹീ ഈസ് എ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്, ആൻഡ് ദ നെയിം ഈസ് അബ്ദുള്ള അഹമ്മദ് ഹസൻ. വെൽക്കം സർ. താങ്ക് യു ഷയാസ്. യെസ്, വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ. വൈ CMA US? നോർമലി CMA USA ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഡ്യൂറേഷനാണ്. നമ്മൾക്കറിയാലോ, ഇപ്പോൾ ലൈഫ് ടൈം കമ്പാരിറ്റീവ്ലി പഴയൊരു ജനറേഷനായിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ ഷോർട്ടാണ്. അപ്പോൾ നമ്മൾ ലൈഫിൽ വളരെ ലേറ്റായിട്ട് സക്സസ് ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ജനറേഷൻ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. അപ്പോൾ ലൈഫിൽ നേരത്തെ സെറ്റിൽ ആവണം, അല്ലെങ്കിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 21 ഇയേഴ്സിലോ അല്ലെങ്കിൽ ബിഫോർ 23 ഇയേഴ്സിലൊക്കെ ലൈഫിൽ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ് CMA USA. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും, പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫിലേക്ക് അത് കണ്ടിട്ട് തന്നെയാണ് സ്റ്റുഡൻസ് ഇതിലേക്ക് അട്രാക്റ്റീവ് ആവുന്നത്. ഡെഫിനറ്റ്ലി. ഓക്കെ സാർ, ഏതൊരു പോയിന്റിലാണ് CMA US എടുക്കാമെന്നുള്ള തീരുമാനത്തിലെത്തുന്നത്? ആക്ച്വലി പിന്നെ എൻ്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആയിരുന്നില്ല. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വിചാരിച്ചത് ഒരു ബിസിനസ് സെക്ടറിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം ബിസിനസ് ചെയ്യുക. പിന്നെ ഫാമിലിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ബിസിനസ്സിലൊക്കെ. അല്ലെങ്കിൽ ഞാൻ കൂടുതലും കാണുന്നത് ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജിക് ലെവൽ കാര്യങ്ങൾ, സക്സസ്ഫുൾ കമ്പനീസിനെ പറ്റിയൊക്കെയുള്ള സ്റ്റോറീസ്, ഇതൊക്കെ ആയിരുന്നു ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും വീട്ടിലൊരു CMA ഇന്ത്യ ക്വാളിഫൈ ചെയ്ത ഒരു ബ്രദർ ഉണ്ട്, എൽഡർ ബ്രദർ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പറയല്ലോ ഒരു പോസിറ്റീവ് ഈഗോ, അതടിക്കുമല്ലോ പോസിറ്റീവ് ഈഗോ. ഞാനൊന്നുമല്ല, എഡ്യൂക്കേറ്റഡ് അല്ല, അത് എന്താ പറയാ, അതൊരു നല്ല സെൻസിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്കൊന്നൊരു ജസ്റ്റ് ഒരു ഓവർനൈറ്റ് ഒരു തോട്ടിൽ നിന്ന് ബ്രദർ ജസ്റ്റ് ചോദിച്ചു, നിനക്ക് CMA US എന്നുള്ളൊരു കോഴ്സ് ചെയ്തുകൂടെ? അപ്പോൾ ഒരു നൈറ്റ് ഒന്ന് ഇരുന്ന് ചിന്തിച്ചു, എന്തുകൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെ ഇറങ്ങിയതാണ് ഇതിലേക്ക്. ഓക്കെ, റൈറ്റ്. സാറ് എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ അതിന് മുൻപ്? അതിന് മുന്നേ ഞാൻ BCom, നോർമൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ BCom ആയിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ സാറ്, എപ്പോഴും നമ്മുടെ ഓഡിയൻസിന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നൊരു പോയിന്റ് ഇതായിരിക്കും, 2 കാര്യങ്ങളായിരിക്കും. ഒന്ന് CMA US. അപ്പോൾ സ്വാഭാവികമായിട്ട് സാറ് പറഞ്ഞു ഡ്യൂറേഷൻ കുറവാണ്, പക്ഷേ എഫേർട്ട് അത്ര കുറവൊന്നും ആയിരിക്കില്ലല്ലോ. കാരണം എന്താണ് സാർ അതിനെക്കുറിച്ച് പറയുക, അതിൻ്റെ പ്രിപ്പറേഷൻ, അതിന് വേണ്ടി എടുക്കേണ്ട എഫേർട്ട്? അൾട്ടിമേറ്റ്ലി ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ ആഫ്റ്റർ ക്വാളിഫിക്കേഷൻ ഒരു നല്ലൊരു പോസ്റ്റിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു ഹാർഡ് വർക്ക് ഉണ്ട്. ഡെഫിനറ്റ്ലി ആ ഹാർഡ് വർക്കിൻ്റെ ടൈം കുറയുന്നേ ഉള്ളൂ. ബട്ട് ആ ഹാർഡ് വർക്ക് എന്ന് വെച്ചിട്ട് എല്ലാവരും വിത്തിൻ 1 ഇയർ കൊണ്ട് ക്വാളിഫൈ ചെയ്യണമെന്നൊന്നുമില്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു കോഴ്സിൻ്റെ ഒരു ലെവൽ പറയുകയാണെങ്കിൽ ഗ്ലോബലി ആക്സെപ്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റി ഭയങ്കര വൈഡാണ്. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പം ചെറിയൊരു ഡ്യൂറേഷൻ കൊണ്ട് വലിയൊരു സാധ്യതയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ എടുക്കുന്ന എഫേർട്ട് വേർത്തായിരിക്കും. ഡെഫിനറ്റ്ലി. ഓക്കെ സാർ, എന്തെങ്കിലും ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്
കൈക്കൊണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ സാറിൻ്റെ ഒരു ലേണിംഗ് മെത്തഡോളജി എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലാതാണോ അതോ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട്? അങ്ങനെയല്ല, ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി പോലെയായിരുന്നു ഇതിനെ ഞാൻ ഫസ്റ്റ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കണ്ണൂരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിച്ചു. അപ്പോൾ 1 ഇയർ എൻ്റെ അവിടെ ഫ്ലോപ്പായിരുന്നു, വൻ അബദ്ധമായിരുന്നു. ഞാൻ അവിടെ കോളേജിൽ പോകുന്ന പോലെ വല്ലപ്പോഴും പോവുക, വല്ലപ്പോഴും പഠിക്കുക. ഇതിൽ ഞാൻ അത്ര കൺസേൺഡ് ആയിരുന്നില്ല. ആ റിയലൈസേഷൻ വരാൻ എനിക്ക് ആക്ച്വലി 1 ഇയർ എടുത്തു. അതിനുശേഷമാണ് ഞാൻ കാലിക്കറ്റ് ഹോസ്റ്റലിലേക്ക് മാറിയിട്ട് സെറ്റായിട്ടൊന്ന് പഠിച്ചു തുടങ്ങിയത്. അവിടുന്ന് മുതലാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്നല്ല, വീട്ടിലെല്ലാം ഓക്കെയാണ്, റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ ടെൻത്തിലും പ്ലസ് ടുവിലും കോളേജ് അല്ലെങ്കിൽ അക്കാഡമിക്സിലൊന്നും അധികം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു എന്താ പറയുക, ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു CMA അല്ലേ? ഓക്കെ. ആൻഡ് അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ടിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് വരുന്നൊരു മൊമെൻ്റ് അല്ലോ. അപ്പം ഓക്കെ, റിസൾട്ട് വന്നു, ക്വാളിഫൈഡ് ആയി. എന്തായിരുന്നു ആ ഒരു മൊമെൻറ്റ്, എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു പ്രീവിയസ് ഒരു ഹിസ്റ്ററി ഇല്ല എനിക്ക്, എഡ്യൂക്കേഷനിൽ ഒരു ഹിസ്റ്ററി ഇല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം, പേരിൻ്റെ മുന്നിൽ ഒരു CMA എന്നുള്ളൊരു ടാഗ് ലൈൻ വരുന്നത്, ഇത് പലതവണ നമ്മൾ സ്വപ്നം കണ്ടതാണ്. പക്ഷെ ആ ഒരു മൊമെന്റ് സ്റ്റക്കായിരുന്നു. കുറച്ച് മൊമെന്റിലേക്കല്ല, കുറച്ച് ഡേയ്സിലേക്ക് സ്റ്റക്കായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും, മേ ബി പ്രീവിയസ്ലി അക്കാഡമിക് ലൈഫ് നന്നായിട്ട് സ്കോർ ചെയ്ത് പഠിച്ച ഒരു സ്റ്റുഡൻറ്റിന് അത്രത്തോളം ആ ഒരു ഫീൽ കിട്ടുമെന്നറിയില്ല. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ടത്, ലോകത്താകെ 1,30,000 ടു അല്ലെങ്കിൽ 1,40,000 ലെസ് ദാൻ 1,40,000 ആൾക്കാർ ക്വാളിഫൈ ചെയ്ത ഒരു കോഴ്സാണ്. അപ്പോൾ അതിലൊരാൾ ഞാനെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. സാറിൻ്റെ ഒരു മെന്റർ ആയിട്ട് ഒരാളെ പറയാൻ അങ്ങനെ? ഡെഫിനറ്റ്ലി ഓൺലി എന്താ പറയുക, ബ്രദർ തന്നെയാണ് അൾട്ടിമേറ്റ്. പിന്നെ ഫാക്കൾട്ടീസ് ഉണ്ട്, സാറന്മാരുണ്ട്, പഠിപ്പിച്ച ജാസിം സാർ ആയാലും അല്ലെങ്കിൽ മറ്റു ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഞാനൊരു ഡിപ്പെൻഡൻറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഗ്യാങ് ഉണ്ട്, ആ ഗ്യാങ്ങിൽ നിന്ന് പല ഡൗട്ട് ചോദിക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പോൾ സോൾവ് ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള ആൾക്കാർ എൻ്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും മോട്ടിവേഷൻ ബ്രദർ തന്നെ ആയിരുന്നു. ഓക്കെ. പലപ്പോഴും ഞാൻ ഇത് ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുന്നതാണ്. ആക്ച്വലി ചിലപ്പോൾ ഈ ടോപ്പിക്കായിട്ട് റിലവൻസ് ഉണ്ടാവില്ല. ബ്രദറിനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ്. നിങ്ങളൊരു കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? ഭയങ്കര ആത്മബന്ധമായിരുന്നോ അതോ ഫുൾ അടിയിടിയല്ല, എന്താ പറയുക, ഒരു ബ്രദറിന് നിങ്ങൾ എന്ത് വേ ഓഫ് ഡെഫിനിഷൻ ആണോ കൊടുക്കുക, അത് കംപ്ലീറ്റ് എനിക്ക് അന്നും ഇന്നും കിട്ടിയിട്ടുണ്ട്. ഐ സി. ഓക്കെ. നമ്മൾ അടുത്ത എപ്പിസോഡ് മിക്കവാറും ബ്രദറിൻ്റെ ആയിരുന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല, അത് അവിടേക്ക് നമുക്ക് റിസർവ് ചെയ്യാം. ആൻഡ് സാറിനൊരു പാഷൻ അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ദിസ് വർക്ക് എന്താണ് സാർ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം? എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് സെക്ടറിൽ താല്പര്യമുണ്ട്. ചെറിയ ബിസിനസ്സസ് ഒക്കെ നോക്കുന്നുണ്ട് ഇപ്പോൾ സൈഡിനൂടെ. പിന്നെ ഇത് മടുക്കാത്തൊരു സംഭവം ടീച്ചിങ് തന്നെയാണ് ഇപ്പോൾ തോന്നിയത്. പ്രീവിയസ്ലി ദുബായിൽ ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. ദുബായിൽ ക്വാളിഫിക്കേഷന് ശേഷം ദുബായിലായിരുന്നു. അവിടെ വർക്ക് ചെയ്യായിരുന്നു കുറഞ്ഞ കാലം, വളരെ കുറഞ്ഞ കാലം. ഞാൻ മനസ്സിലാക്കിയത്, ഇത്രയും പഠിച്ചിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരോട് സ്പെൻഡ് ചെയ്യുക, നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുക, ഇവിടുത്തെ മഴ, ഇവിടുത്തെ കാറ്റ്, ഇതൊക്കെയാണ് എൻ്റെ നമുക്കുണ്ട്. ഉണ്ട് തന്നെ പറയാം. ഓക്കെ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ സാറിന്റെ പാഷൻ ടീച്ചിങ് ആയതുകൊണ്ട് അതൊരു വർക്കായിട്ടുള്ള ഒരിക്കലും ഞാൻ അത് വർക്കായിട്ട് കാണുന്നില്ല. ഡെയിലി രാവിലെ ഒരു 4 കോൺസെപ്റ്റ് പറയുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു, കുട്ടികളെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ടേണിംഗ് പോയിന്റിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, അത്രമാത്രം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് പോയിട്ട് വരുന്നു, അത്രേ ഉള്ളൂ. ആൻഡ് വേറെ എന്തെങ്കിലും, ഇപ്പോൾ സാർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, അപ്പം സാറിൻ്റെ പ്രൊഫഷൻ അതിനെ ഞാൻ ചോദിക്കുന്നത്, അത് ഓൾറെഡി അതുണ്ടായിരുന്നു, സാർ പറഞ്ഞ ബിസിനസ്സിന് ഇഷ്ടമായിരുന്നു ഉള്ളത്, അതല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ പ്രൊഫഷൻ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയും, അതായത് നമ്മുടെ കോഴ്സ് ഫോക്കസ് ചെയ്യുന്നത് മാനുഫാക്ചറിങ് സെക്ടറാണ്. അപ്പോൾ ഞാൻ തുടങ്ങിയതും ഒരു മാനുഫാക്ചറിങ് സെക്ടറിൽ തന്നെയാണ്. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് മാനുഫാക്ചറിങ് കമ്പനിയാണ്, ചെറിയൊരു സ്റ്റാർട്ടപ്പ് മാത്രമാണ്, ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പല ക്വസ്റ്റ്യനിലുള്ള സിനേരിയോസ് എനിക്ക് നമ്മുടെ കമ്പനിയിൽ അപ്ലൈ ചെയ്താലോ അങ്ങനെ തോട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു സെക്ഷൻ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനാണ്. അതിൽ കംപ്ലീറ്റ് മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയാണ് പറയുന്നത്. സാർ ഇപ്പം ടീച്ചറാണ്, ഫാക്കൽറ്റിയാണ്, അപ്പം ടീച്ചിങ് ആണ് സാറിൻ്റെ ഒരു ഹൈ എന്നും പറഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുകയാണ്, CMA US ക്വാളിഫൈഡ് ആവുന്ന ഒരാളോട്, അപ്പോൾ അയാളിങ്ങനെ ഞാൻ എന്തിലേക്ക് പോകണം, ഞാൻ എൻ്റെ പ്രൊഫഷണൽ കൺസൾട്ടിങ്ങിലേക്ക് തന്നെ പോകണോ അതോ
ഈ പറഞ്ഞ പോലെ ടീച്ചിങ് വെക്കണോ? സാർ എങ്ങനെയായിരിക്കും അവിടെ ആൻസർ പറയാം? ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വൺ ലൈൻ പോലെ പറയാം. ഇപ്പോൾ CMA അല്ലെങ്കിൽ CA ഇതുപോലത്തെ പ്രൊഫഷണൽ കോഴ്സസ് ജസ്റ്റ് ഗിവ് യു എ ബ്രാൻഡ്. വി നീഡ് ടു നോ ഹൗ ടു സെൽ ഇറ്റ്. ഇത് ഞാനൊരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ. ഈവൻ നമ്മളായാലും ഒരു പ്രൊഡക്റ്റാണ്, നമ്മുടെ പാരൻസിൻ്റെ പ്രൊഡക്റ്റാണ്. ഒരു കോസ്റ്റിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ അറിയണം. അതിന് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ പോരാ, ക്വാളിറ്റി ഉണ്ടാവും. ഡെഫിനറ്റ്ലി CMA നിങ്ങൾക്കൊരു 50% ബുക്കിഷ് നോളജ് അല്ലെങ്കിൽ തിയോറിറ്റിക്കൽ ആസ്പെക്റ്റേ വരും. ബാക്കി കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ നോളജും കൂടി ഉണ്ടെങ്കിൽ സെറ്റാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്യാം നിങ്ങളെ. സ്കിൽ മാറ്റേഴ്സ്, അതൊപ്പം തന്നെ അത് ആ സ്കില്ല് ബാക്കിയുള്ളവർക്ക് തെളിയിക്കാനുള്ള പ്രൂവ് ചെയ്ത് നമ്മൾക്കറിയാലോ, എന്താ പറയുക, നമ്മൾക്കെല്ലാവരും പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു കമ്പനി നമ്മളെ അട്രാക്ട് ചെയ്താൽ മാത്രമേ അവർ നമ്മളെ ഹയർ ചെയ്യും. ആ ഒരു അട്രാക്ഷൻ നമുക്ക് ഈ കോഴ്സ് ത്രൂ കൊടുക്കാൻ പറ്റും. ഓക്കെ, ബാക്കി വേണം നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ്, നമ്മുടെ ഏരിയ എന്താണെന്നുള്ളത്. ഡെഫിനറ്റ്ലി. ഓക്കെ, റൈറ്റ്. ഇനി സാറ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട്? ആക്ച്വലി ഓൾമോസ്റ്റ് ട്രിപ്പിൾ തന്നെ 2 years ആവാനായി. 2 years. ഇതിന് മുന്നേ അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലായിരുന്നു, പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരുന്നു. ഓക്കെ. അപ്പോൾ ആസ് എ ടീച്ചർ, ഫാക്കൽറ്റി, സാറിന് സ്റ്റുഡൻസിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതിനെക്കുറിച്ച് ഒന്ന് എന്തെങ്കിലും ഷെയർ ചെയ്യാം? ഇപ്പോൾ മിനിന്നാന്ന് ഒരു കുട്ടി എനിക്ക് വാട്സപ്പ് ചെയ്തു, എക്സാമിന് പോവാണ്, പിന്നെ പ്രേ ചെയ്യണം. അതായത് ഒരു മലയാള വേർഡിൽ പറയുകയാണെങ്കിൽ സാറിൻ്റെ എല്ലാ പൊരുത്തവും ഉണ്ടാവണം. ഒരു എന്താ പറയുക, അതായത് ആൾ മേ ബി എൻ്റെ അതേ ഏജോ അല്ലെങ്കിൽ എന്നേക്കാൾ ചെറിയൊരു ഡിഫറൻസേ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് ഞാനിങ്ങനെ കുറേ നേരം ഫോണിൽ നോക്കിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് ഞാൻ ആളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇങ്ങനത്തെ പിന്നെ ചില കുട്ടികളൊക്കെ ഇപ്പോൾ ചില ഡേ ഒക്കെ നമ്മൾ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ ഇവരുടെ നൈറ്റ് മെസ്സേജ് ഉണ്ടാവും. അത് മോർണിംഗ് ഒക്കെ ഇപ്പോൾ നോക്കുമ്പോൾ സാർ ആ ഒരു കോൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് ഞാൻ പിന്നെ എൻ്റെ ഫാമിലി ബിസിനസ്സിൽ അത് അപ്ലൈ ചെയ്തപ്പോൾ അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്ത്. ഇത് പിന്നെ ചില എക്സാമ്പിൾസൊക്കെ ഞാൻ അമ്മനോടൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ത്രില്ലായിരുന്നു. പിന്നെ അതുപോലെ അവരുടെ പാരൻസ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ, ചില പാരൻസ് ഒക്കെ ഡയറക്റ്റ്ലി വിളിക്കും. എന്താണ്, ഫാദർ വിളിച്ച് ഒന്ന് ഫോൺ വെച്ച് കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ മദർ വിളിക്കും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾക്ക് ആകെ ഈ സിലബസ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്, വേറൊന്നുമില്ല അതിനപ്പുറത്തേക്ക്. പക്ഷെ ഈ സിലബസിൽ നിന്ന് തന്നെ അവരുടെ അകത്ത് നമ്മൾ എന്തോ ആണ്. മനസ്സിലായി. അതെ, ഈ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരുപാട് കുട്ടികൾ ഉണ്ട്, പക്ഷെ ആ കുട്ടികളൊക്കെ ഒരാളെ കാണുന്നുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മൾ പറയുന്ന സിമ്പിളായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടാവുക. റൈറ്റ്. അപ്പോൾ ഇനി ചോദിക്കാൻ പോണ ചോദ്യം ഒരു CMA US ക്വാളിഫൈഡ് ആളോട് ചോദിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ CMA US എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ്, സാധ്യതകൾ സാറൊന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ കേൾക്കുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയേക്കാം. അതായത് പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള ഇപ്പോൾ ഒരു ആസ് എ ഹ്യൂമൻ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ എന്തായാലും ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമാണ്. അത് ഒന്നുകിൽ ഒരു സർവീസ് ആവാം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം. അത് നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് സെക്ടറിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യണം. ഇവിടെ ഒരു പ്രൊഡക്റ്റും സർവീസും ഈ ലോകം എത്ര കാലം ഉണ്ടോ അത്ര നാൾ ഇതുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റിന് കോസ്റ്റ് ഡിസൈഡ് ചെയ്യണം, സെല്ലിംഗ് പ്രൈസ് സെറ്റ് ചെയ്യണം, ഏത് മാർക്കറ്റിൽ വിൽക്കണം, ഇങ്ങനെ ഒരുപാട് ഡിസിഷൻസ് ഉണ്ട്. ഇതെടുക്കാൻ എന്താ പറയുക, ഒരു ഡോക്ടറാണ് ഫീവറിൻ്റെ അല്ലെങ്കിൽ അസുഖം വന്നാൽ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്ന കണക്കെ ഒരു പ്രൊഡക്റ്റിന് കോസ്റ്റ് ഇടാൻ ഒത്തൻറ്റിക്കായ ആൾക്കാർ നമ്മളെ പോലെയുള്ള മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് തന്നെയാണ്. അതാണ് അവരുടെ ജോബ് എന്ന് പറയുന്നത്. യെസ്, ഡെഫിനറ്റ്ലി. ഓക്കെ, ഇവർക്ക് എവിടെയൊക്കെയാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയി കിടക്കുന്നത്? ഏതൊക്കെ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏരിയ? മെയിൻ സെക്ടർ മാനുഫാക്ചറിങ് തന്നെയാണ്. ഓക്കെ, മെയിൻ സെക്ടർ എന്ന് വെച്ചിട്ട് അത് ആ ഒരു ചോയ്സ് മാത്രമല്ല. ഇപ്പോൾ ക്വാളിഫിക്കേഷന് ശേഷം നമ്മൾ അക്കൗണ്ട്സിൻ്റെ മറ്റ് പല ഏരിയാസ്, സോഫ്റ്റ്വെയർസൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിന് എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റുമോ ആ ഒരു ഏരിയയിലൊക്കെ ഇവർക്കും വർക്ക് ചെയ്യാം. ഓക്കെ, ഈ CMAയുടെ കൂടെയുള്ള ആ 3 അക്ഷരം 2 അക്ഷരം US USA, ഇപ്പോൾ ഇതൊരു US ബേസ്ഡ് കോഴ്സാണെന്ന് ആൾക്കാർക്ക് അറിയാം, ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണെന്ന് അറിയാം. പക്ഷേ എന്നാലും ആ US എന്നുള്ളത് കൊണ്ട് ആക്ച്വലി എന്താണ് മീൻ ചെയ്യുന്നത്? അപ്പോൾ US ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ഒരു ഇവരുടെ പ്രൊഫഷണൽ ബോഡി IM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് US ബേസ്ഡ് ആണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 100 years പ്ലസ് ആയി, 103 അല്ലെങ്കിൽ 103 അങ്ങനെ ഒരു കുറച്ച് വർഷമായി. അപ്പോൾ ഈ അവരുടെ അണ്ടറിൽ ഈ കോഴ്സ് വന്നിട്ട് ഒരു 52 years ഓൺ ആവറേജ്. ഐ സി. അപ്പോൾ ആക്ച്വലി ഇത് US ബേസ്ഡ് എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ മാത്രമുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ രാജ്യവുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി ടാക്സ് ലോ
ഒരു എന്താണ് ഒരു രാജ്യത്തെ നിയമം പഠിക്കാനില്ല ഇതില്. അതാണ് മാറ്റം വരിക അല്ലേ ഓരോ അതാണ് കൺട്രി മാറുമ്പോൾ ലോസിന്റെ ബേസിലുള്ള ടോപ്പിക്സ് ആണ് ചേഞ്ച് വരാറുള്ളത്. നമുക്ക് ആ ഒരു ഏരിയ പഠിക്കാനില്ല. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലും ഇതിലും യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ റൈറ്റ്, ഒരു ക്യാപ്സ്യൂൾ ആണ്. ഓക്കെ മനസ്സിലായി. ഓക്കെ റൈറ്റ്. അത് വലിയൊരു കൺഫ്യൂഷനാണ് പലർക്കും ഈ CMA US എന്ന് പറയുമ്പോൾ അത് അവിടെ മാത്രം അങ്ങനെയുള്ള കാര്യമാണുള്ളത്. താങ്ക് യു വെരി മച്ച് ഫോർ ക്ലിയറിംഗ് ദാറ്റ് ഡൗട്ട്. എൻ്റെയും വലിയ ഡൗട്ടായിരുന്നു അത്. ഓക്കെ, സോ ഒരു എക്സ്പീരിയൻസ്ഡ് CMA ആൻഡ് ഫാക്കൽറ്റി എന്നീ രണ്ട് നിലകളിലും സാറിന് എന്താണ് ഒരു ആസ്പയറിംഗ് CMA കാരനോട് അല്ലെങ്കിൽ CMA കാരിയോട് പറയാനുള്ളത്? അവരുടെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ടിപ്പാവാം അല്ലെങ്കിൽ സംതിങ്, എന്തായാലും കുഴപ്പമില്ല, സാറിന് പറയാം. അതായത് ലോകത്ത് ഞാനെല്ലാം കോസ്റ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ തന്നെ പറയാം. ലോകത്ത് ഒരിക്കലും ഔട്ടാവാത്ത, ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുകയാണ്, ഔട്ടാവാത്ത ഒരു പ്രൊഡക്റ്റ് നോളജാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ സംതിങ് ലേൺ ചെയ്യാണ്. അത് ഏത് കോഴ്സ് എടുത്തതിനല്ല. അത് ഇപ്പോൾ ഇവരുടെ CMA US എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സിലബസിൽ ഉള്ള കാര്യങ്ങളും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ കിട്ടുന്ന ഈ നോളജാണ്. ഇത് വെച്ചിട്ട് നമ്മൾക്ക് എന്നും ജീവിക്കാം. എക്സ്പയർ ആവില്ല. അതിനൊരു വാലിഡിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് സെലക്റ്റീവായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. അതെ. അപ്പോൾ ആ ഒരു നോളജ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ത്രൂ തന്നെ നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് സാർ. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഈ ഒരു സെഷൻ എന്നാണ് ഞാൻ ആദ്യം ഇതിനെ ഡിഫൈൻ ചെയ്യുക. കാരണം എനിക്ക് കുറേ പേഴ്സ്പെക്റ്റീവ് കിട്ടി, കുറേ ഡെഫിനേഷൻസ് കിട്ടി, ആൻഡ് മോർ ഓവർ ചില ഫിലോസഫീസൊക്കെ കിട്ടി. സോ താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ഇൻ്റർവ്യൂവിൽ വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു വെരി മച്ച് ഗൈസ്. അപ്പോൾ നമുക്ക് അഗെയിൻ മറ്റൊരു കോഫി കോൺവെർസേഷനിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.